ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ കാണുന്ന ഒരു ചാനലാണ് തമിഴിലുള്ള സെൽവ ടെക് എന്നൊരു ചാനൽ. ഇത് യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ഷെയർ ചെയ്തിരുന്ന ഒരു ചാനലെല്ലാമായിരുന്നു. ഏകദേശം 1,00,000-നധികം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവർ കഷ്ടപ്പെട്ട് തന്നെ നേടിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ചാനലെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ വളരെ അടുത്തായി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലെല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക, ആരോ ഒരാൾ ഈ ഒരു ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരാളൊന്നുമല്ല. അതായത് സെൽവ ടെക് എന്ന ചാനൽ അവരല്ല ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കുക, ഈ ഒരു ചാനലെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഹാക്ക് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഒരുപാട് നാളായി ഇപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ചാനലിൽ കുറേ അധികം വീഡിയോസ് എല്ലാം തന്നെ അറിയാത്ത ഒരാൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്ത് വെറുതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ ആ ഒരു ചാനലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നുമല്ല ഇപ്പോൾ വരുന്നത്. അതിനാൽ തന്നെ എനിക്കും ഈ ഒരു ഡൗട്ടെല്ലാം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ഇത് ഹാക്ക് ആയതായിരിക്കുമെന്നാണ് ഫസ്റ്റൊക്കെ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ ഒരു ചാനൽ ഇത് എനിക്ക് മനസ്സിലായത്. അവരുടെ ഒരു വീഡിയോ മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ ആ ഒരു ചാനലെല്ലാം തന്നെ സെൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ചാനൽ സെൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് വിൽക്കാനുള്ള അവകാശമെല്ലാം ഉണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വിൽക്കാനെല്ലാം സാധിക്കും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ഇത് വിറ്റ കാര്യം ഈ ഒരു ചാനലിൽ, അല്ലെങ്കിൽ വിൽക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആ ഒരു ചാനലിൽ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇതുപോലെ അവരുടെ വ്യൂവേഴ്സ് എല്ലാം തന്നെ ഇദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തായിരിക്കും ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ചാനലിൽ നിന്നും ഇവരുടെ വീഡിയോസ് എല്ലാം പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരെല്ലാം നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയത്, അവർക്ക് ഇത് ജസ്റ്റ് അവർക്ക് ഈ ഒരു ചാനലിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പോസ്റ്റെങ്കിലും ഇതിനെക്കുറിച്ച് ഇടാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവർ ഇതൊന്നും ചെയ്യാതെ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത് പാനിക് ആവുകയെല്ലാമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളും ഇതുപോലെ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴെല്ലാം ആയിരിക്കും ഒരുപക്ഷെ അവർ ഈ ചാനലെല്ലാം വിറ്റിട്ടുണ്ടാവുക. ഇപ്പോൾ പുതിയ ഒരു ചാനലെല്ലാം അവർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് തോന്നുന്നു 200 സബ്സ്ക്രൈബേഴ്സിനടുത്തെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ ഈ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ചാനലെല്ലാം വിൽക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരെ അറിയിക്കുക എന്നുള്ളത്, ഒരു പോസ്റ്റ് വഴിയെങ്കിലും അറിയിക്കുക എന്നത് നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് പിന്നീട് നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഒന്നും നേടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയെല്ലാം വരാം. അതായത് നമ്മൾ പുതിയൊരു ചാനലെല്ലാം തുടങ്ങിയാലും നമുക്ക് ആ ഒരു ട്രസ്റ്റ് എല്ലാം തന്നെ, നമ്മുടെ ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് എല്ലാം മിസ്സാകാനെല്ലാം ഇത് കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.